ഇത് കാണണം, കേൾക്കണം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ബാലഗോകുലം വടകര മേഖല. ഒരു നിർദ്ദേശങ്ങളാണ്. ഏറ്റവും മുമ്പിൽ ബാലഗോകുലത്തിൻ്റെ ഗോകുല പതാക ഉണ്ടാകും. അതിന് തൊട്ട് പുറകിലായിട്ട് ഏറ്റവും മുമ്പിൽ അനൗൺസ്മെൻറ്റ് വാഹനമാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഗോകുല പതാക, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ബാലം, അതേപോലെ തൊട്ട് പുറകിലായിട്ട് കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ. അമ്മമാരെല്ലാവരും അവരുടെ കൂടെ ഒരുമിച്ച് പോകാൻ നോക്കരുത്. നമ്മുടെ ചേച്ചിമാർ അതേപോലെ നമ്മുടെ മുതിർന്ന ആൾക്കാരെല്ലാം അവരെ നിയന്ത്രിക്കാനും നോക്കാനുമായിട്ടുണ്ട്. എങ്കിൽ സ്വാഗത സംഘ അംഗങ്ങളുണ്ടാകും. അതിന് തൊട്ട് പുറകിലായിട്ട് കേരളീയ വേഷമണിഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള അമ്മമാരെല്ലാവരും അണിനിരക്കും. ഏറ്റവും പുറകിലായിട്ട് പുരുഷന്മാരായിട്ടുള്ള കൃഷ്ണഭക്തന്മാർ അവരണിനിരക്കും. ഇങ്ങനെയാണ് നമ്മൾ ശോഭായാത്ര, മഹാശോഭായാത്രയായി ഈ ഗുരുദേവ സന്നിധിയിൽ നിന്നും ആരംഭിച്ച് നമ്മൾ ഇന്ദിരാഞ്ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുവാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഈ ഗുരുദേവനെ തൊഴുതു നിൽക്കും നാമമന്ത്രത്തോടു കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും ആ ഹരേ രാമ ഹരേ കൃഷ്ണ പാടിത്തരുന്ന സമയത്ത് ഉറക്കെ ശ്രീകൃഷ്ണനാമം ഉച്ചരിക്കണം. അങ്ങനെ ഉച്ചരിച്ചാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധമാക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ ആ കൃഷ്ണമന്ത്രം കൊണ്ട് സാധിക്കണം. നമ്മുടെ എല്ലാവരുടെയും ഉറക്കെ ഉച്ചയിലുള്ള ആ കൃഷ്ണനാമ മന്ത്രം കൊണ്ട് ഈ പ്രദേശം മുഴുവൻ മുഖരിതമാകണം. അങ്ങനെ ഈ കലിയുഗത്തിൽ കൃഷ്ണമന്ത്രത്താൽ നന്മയുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ നിലവിളക്ക് കൊളുത്തുന്ന ഭാഗത്തേക്ക് ശ്രീ AS പ്രകാശൻ ചേട്ടനും അതേപോലെ NSSൻ്റെ പ്രസിഡന്റ് ശ്രീ ശശികുമാർ, ശ്രീ ചന്ദ്രശേഖരൻ ചേട്ടൻ, ശ്രീമതി ദിവ്യ, അതേപോലെ ശ്രീ മോഹൻദാസ് ചേട്ടൻ തുടങ്ങിയവർ എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. സഫലമാവട്ടെ. ഇതാണ് ഈ വർഷത്തെ ബാലഗോകുലത്തിൻ്റെ ആപ്തവാക്യം. ആ ബാലഗോകുലത്തിൻ്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശോഭായാത്രയുടെ തുടക്കം കുറിക്കുവാൻ, ഭദ്രദീപം കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യുവാൻ, കൃഷ്ണമന്ത്രം ഉച്ചരിച്ച് ആ ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി നമ്മുടെ ഇവിടെയെല്ലാം നല്ല പ്രകാശം പരത്തുവാൻ പ്രാർത്ഥിക്കുവാൻ ആയി ബഹുമാന്യനായ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ നിയാസ് കൊടിയനേഴം അവരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പേര് വിളിച്ച മഹത് വ്യക്തികളും ഈ നിലവിളക്കിൻ്റെ സമീപത്തേക്ക് സ്വാഗത സംഘ അംഗങ്ങളാണ്. അവരെല്ലാവരും സ്വാഗത സംഘ ഭാരവാഹികളാണ്, വിവിധ സമുദായ സംഘടനാ നേതാക്കളാണ്. നമുക്ക് SNDP ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജഗദീശൻ പുത്തമ്പലയിൽ അവർ, അതേപോലെ സെക്രട്ടറി ശ്രീ അഭിലാഷ് സർപ്പപ്പറമ്പിൽ അവர்களுം ഈ ധന്യമായ മുഹൂർത്തത്തിലേക്ക് പങ്കെടുക്കുവാൻ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമീപത്തേക്ക് ഗുരുദേവ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഭദ്രദീപ പ്രകാശനം ആണ്. ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ നിയാസ് കൊടിയനേഴം അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സുപ്രഭ ചേച്ചി ആ ദീപം ഒന്ന് എടുത്തു കൊടുക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുപ്രഭ ചേച്ചി ഗുരുവന്ദനം ചൊല്ലും. ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഉദ്ഘാടനം ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കുവാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുവാൻ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ നിയാസ് കൊടിയനേഴം അവരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും വിനീത നമസ്കാരം. ഗ്രാമം അല്ലെങ്കിൽ നാട് തണലൊരുക്കട്ടെ. നമ്മുടെ ബാല്യം, നമ്മുടെ കുട്ടികളുടെ ബാല്യം സഫലമാകട്ടെ എന്ന വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു ആപ്തവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, നമ്മുടെ പുതുതലമുറ നമ്മുടെ മുൻഗാമികൾ കാട്ടിത്തന്ന ആ പാതയെ പിന്തുടരാതെ ദൈവവിശ്വാസം കുറഞ്ഞു വരികയും ഗുരുനാഥന്മാരെ അനുസരിക്കാതെ വരികയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെയുമൊക്കെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് നല്ലതിനെ എത്തിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം, അതല്ലെങ്കിൽ നല്ലതിനെ പിന്തുടരണമെന്നുള്ള ഒരു ആപ്തവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നാടാണ് അതിനു വേണ്ടിയിട്ട് സന്നദ്ധമാകേണ്ടത്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പിഞ്ചുമക്കൾ വളരുന്നത്. നമ്മുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നുവോ അതെല്ലാം വളരെ സസൂക്ഷ്മം അവർ വീക്ഷിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ. അതിനുശേഷം അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഗുരുനാഥന്മാർ എന്താണോ കാട്ടിത്തന്നത് അതിനെ പിന്തുടരുവാനായിരിക്കും അവർ കൂടുതലും ശ്രമിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു തലമുറ, നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയില്ല. അങ്ങനെ മാറാതിരിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാതൃക നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകണം, ഒരു നാടിൽ നിന്ന് തന്നെ ഉണ്ടാകണം, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ അലോസരങ്ങളോ, ഈ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന നല്ലൊരു കേരളം, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം, വിവിധ വൈഭവങ്ങൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ, വിവിധ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർ, ഇവരെല്ലാം ഒന്നാണ് എന്ന് നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു സമത്വം അത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ വളർന്നു വരും. അപ്പോൾ സഹോദരങ്ങളെ സ്നേഹിക്കും, തൻ്റെ നാട്ടുകാരെ സ്നേഹിക്കും, തൻ്റെ ഗുരുജനങ്ങളെ സ്നേഹിക്കും, തൻ്റെ മാതാപിതാക്കളോട് കടമയുണ്ടായിരിക്കും. അവരെ വാർദ്ധക്യത്തിൽ പരിപാലിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറുകയായിരിക്കും. അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ വെട്ടിക്കാട്ടുമുക്കിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, ഈ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ഈ സുദിനത്തിന് ബഹുമാന്യായ നിയാസ് കൊടിയനേഴം അവർ ഈ മഹാശോഭായാത്രയ്ക്ക് ഉദ്ഘാടനം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കലിയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്നു. ആ കൃഷ്ണന്റെ വേഷമണിഞ്ഞുകൊണ്ടാണ്, ഗോപികമാരുടെ വേഷമണിഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ നാട്ടിലൂടെ വളർന്നു വരുവാൻ പോകുന്നത്. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ വേഷമണിയുന്ന സമയത്ത് നമ്മൾ അമ്മമാര്, നമ്മുടെ അച്ഛന്മാരെല്ലാവരെയും അവരെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർപ്പിക്കണം. നീ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് കൃഷ്ണനായിട്ടുണ്ട്, കൃഷ്ണ വേഷം കെട്ടിയിട്ടുണ്ട്, ഗോപിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്, ദേവന്മാരുടെയും ദേവിമാരുടെയും
വേഷമണിഞ്ഞ കുട്ടികളാണ്. ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ദേവാലയത്തിൽ നിന്നും കൃഷ്ണഭഗവാനിൽ നിന്നുമെല്ലാം അകന്നകന്ന് പോകുന്ന സമയത്ത് കൃഷ്ണന്റെ വേഷമണിഞ്ഞ് കൃഷ്ണനായിക്കൊണ്ട് ദേവന്മാരും ദേവിമാരും ആയിക്കൊണ്ട് ആ തിരുസന്നിധിയിലേക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ കൃഷ്ണനും ഭഗവാനും നമ്മളും ഒന്നാണ് എന്ന തോന്നൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ കൃഷ്ണവേഷമണിഞ്ഞ കുട്ടികളുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് ഈ നാടിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്തരമായ ആപ്തവാക്യം ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാവട്ടെ. ഇതാണ് ഈ വർഷത്തെ ബാലഗോകുലത്തിന്റെ ആപ്തവാക്യം. സമൂഹത്തിന് മുഴുവൻ, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായിട്ട്, ഭാഷയ്ക്കുമെല്ലാം അതീതമായിട്ട് നമുക്കെല്ലാവർക്കും നല്ലത് വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശോഭായാത്ര ആരംഭിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനമുണ്ടാകും. അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഗോകുല പതാക ഉണ്ടാകും. അതിൻ്റെ തൊട്ടു പുറകില് ബാനറുണ്ടാകും. അതിൻ്റെ തൊട്ടു പുറകിലാണ് കൃഷ്ണവേഷമണിഞ്ഞ കൊച്ചുകുട്ടികൾ അണിനിരക്കേണ്ടത്. അതിൻ്റെ തൊട്ടു പുറകിൽ സ്വാഗത സംഘം അംഗങ്ങളുണ്ടാകും. അതിന് പുറകിലാണ് നമ്മുടെ വാദ്യമേളം വേണമണിയേണ്ടത്. അതിൻ്റെ തൊട്ടു പുറകില് അമ്മമാര്, കേരളീയ വേഷമണിഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ അമ്മമാരും ഈ ശോഭായാത്രയിൽ പങ്കെടുക്കണം. അമ്മമാരുടെ ഏറ്റവും പുറകിലായി പുരുഷന്മാർ അണിനിരക്കും. എല്ലാവരും നല്ല ഉറക്കത്തിൽ കൃഷ്ണമന്ത്രം ഉച്ചരിക്കണം. അതേപോലെ നമ്മൾ മെയിൻ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ തന്നെ നമ്മൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റോഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല.